ശിർക്കിന്റെ കാര്യത്തിൽ ആണെങ്കിൽ പോലും ഒരാൾ ജാഹിലാണെങ്കിൽ അവനെ നമ്മൾ മുശ്രിക്ക്, കാഫിർ എന്ന് പറയാൻ പാടില്ല, മുസ്ലിമായിട്ട് തന്നെ കാണണം എന്ന് പറയുന്നവർ തെളിവാക്കുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ബനു ഇസ്രായേലിന്റെ സംഭവം വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നതാണ്. എന്താണ് അവര് ചെയ്തത്? മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ അനുയായികളായ ബനു ഇസ്രായേൽ അവർ പറഞ്ഞു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. വിഗ്രഹാരാധകരായ ഒരു കൗമിനെ കണ്ടപ്പോ, ബിംബാരാധകരെ കണ്ടപ്പോ അവർ മൂസാ നബിയോട് പറയാണ്, ഇവർക്ക് ബിംബങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ബിംബങ്ങൾ വേണം, ഇലാഹ് വേണം എന്ന് തന്നെയാണ് പറയുന്നത്. വേറെ വളച്ചുകെട്ടൊന്നുമില്ല, നേർക്കും നേരെ പറഞ്ഞു. അള്ളാഹുവിന് പുറമെ ആരാധിക്കാൻ ഒരു ഇലാഹിനെ വേണം. അങ്ങനെ പറഞ്ഞാൽ അത് ശിർക്കാണ്, കുഫ്റാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അവരങ്ങനെ പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്, ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ ജാഹിലീങ്ങളാണ്, നിങ്ങൾ ഈ പറയുന്നത് വലിയ ജഹലാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. അവരെ കാഫിറാക്കിയോ? ഇല്ല. അവരോട് കലിമ ചൊല്ലാൻ പറഞ്ഞിട്ടില്ല. സൂറത്തുൽ അഅറാഫിലെ 138, 39, 140 ആയത്തുകളിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയം, ഫിർഔനിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെയും ബനു ഇസ്രായേലിനെയും രക്ഷപ്പെടുത്തി കടല് കടത്തി മറുകരയെത്തിച്ചു. അവിടെ എത്തി ആ പ്രദേശത്തുകൂടി അവർ സഞ്ചരിക്കുന്നതിനിടയിൽ വിഗ്രഹാരാധകരായ ഒരു വിഭാഗം ആളുകളുടെ അടുക്കലൂടെ നടന്നുപോയി. ഇത് കണ്ട ബനു ഇസ്രായേലിയർ മൂസാ നബിയോട് ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് കുറെ ആരാധ്യരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യരെ നിശ്ചയിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടു. ആ ആളുകളെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയും അവർ പറഞ്ഞതിന്റെ അപകടം ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ഈ ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണോ എന്നോട് ഈ ആവശ്യം ഉന്നയിച്ചത്, ആ ആളുകൾ, അതായത് വിഗ്രഹ ആരാധകരായ ആളുകൾ, അവർ ഏതൊരു കാര്യത്തിലാണോ ഉള്ളത് ആ കാര്യം മുറിച്ചു മാറ്റപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാകുന്നു. അവർ എന്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവോ അത് ബാത്തിലാണ്. നിങ്ങൾക്ക് വേറെ ഒരു ആരാധന അള്ളാഹുവിന് പുറമെ ഞാൻ എങ്ങനെയാണ് തേടുക? എനിക്ക് എങ്ങനെ തേടാൻ പറ്റും? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ലോകരേക്കാൾ ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഉണ്ടായിരിക്കെ എങ്ങനെ എനിക്ക് തേടാൻ പറ്റും എന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടിയാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവരെത്തിച്ചേർന്ന പുതിയ പ്രദേശത്ത് കണ്ടുമുട്ടിയ ആളുകളുടെ വിഗ്രഹാരാധന കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്ന് അങ്ങനെ ഉണ്ടായാൽ തിരക്കേടില്ല എന്ന് മൂസാ നബിയോട് അവർ ആവശ്യപ്പെടുകയാണ്. ഈ വിഷയത്തിലുള്ള അവർക്ക് കുറെ ആരാധന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധന നിശ്ചയിച്ചു തരണം എന്ന ആവശ്യം അവർ ചോദിച്ചു എന്നത് കുഫ്റാകുന്ന പ്രവർത്തനമാണ്. പക്ഷേ മൂസാ നബി അവരെ കാഫറാക്കിയിട്ടില്ല എന്ന് ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഖുബൂരികളായ ആളുകൾക്കും അള്ളാഹുവിന് പുറമെ മറ്റ് ഔലിയാക്കന്മാരെന്ന് ഗണിക്കപ്പെടുന്ന ആളുകളോട് പ്രാർത്ഥനയും ഇസ്തിഗാസയും ഒക്കെ നടത്തുന്ന ആളുകളെ മുശ്രിക്കാക്കേണ്ടതില്ല എന്നതിനാണ് ഈ ആളുകൾ ഈ ആയത്തുകളും അതിന്റെ ആശയവും കൊണ്ടുവരുന്നത്. എന്താണോ അവർ പറയാതെ പോയത് അതുകൂടി പറഞ്ഞാൽ കാര്യം ക്ലിയർ ആവും. ഇത് രണ്ടും തമ്മിൽ, അല്ലെങ്കിൽ ആ സംഭവം ശിർക്ക് ചെയ്യുന്ന ഖുബൂരികളായ ആളുകൾക്ക് ന്യായമാക്കാൻ പറ്റുകയില്ല എന്നത് സാജിദിന്റെ സംസാരത്തിൽ, ആഷിഖിന്റെ സംസാരത്തിൽ വന്നതുപോലെ തന്നെ ചോദ്യം ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. മൂസാ നബി അവരെ കാഫറാക്കിയോ? ഇല്ല. മൂസാ നബി അവരോട് ഷഹാദത്ത് കലിമ വീണ്ടും ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടോ? ഇല്ല. അതെന്തുകൊണ്ടാ? ഇങ്ങനെ കുഫർ ഉണ്ടായിട്ടും അവർ കാഫറുകളായിട്ടില്ല, അല്ലെങ്കിൽ കാഫറുകൾ എന്ന് വിളിച്ചിട്ടില്ല. ഇനി ഇവിടെ മറുപടി പരിശോധിക്കാനുള്ളത്, ഒന്നാമതായി ഇതിനൊരു സാഹചര്യമുണ്ട്. മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ അവർ പണ്ട് വിഗ്രഹാരാധകരാണ്, പശുവിനെ ആരാധിച്ചവരാണ്. ആ ആളുകൾ കടല് കടത്തി അള്ളാഹു വരെ രക്ഷപ്പെടുത്തി നടന്നു പോകുമ്പോൾ അതേ സ്വഭാവമുള്ള മറ്റൊരു കൂട്ടരെ കാണുകയാണ്. അത് കാണുമ്പോ ഞങ്ങൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇതുപോലൊരു ആരാധ്യനെ കിട്ടിയാൽ തിരക്കേടില്ല എന്നൊരു ചിന്ത അവർക്കുണ്ടായി. എന്നിട്ടോ അവരതങ്ങനെ പ്രവർത്തിച്ചോ? അള്ളാഹുവിന് പുറമെ വേറെ ഒരു ഇലാഹിനെ സ്വീകരിച്ചോ? ഇല്ല. മൂസാ നബിയോട് ചോദിക്കുകയാണ്, നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണമെന്നാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നല്ല, ചെയ്തിട്ടുമില്ല. നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം. ഇജ്അൽ ലനാ ഇലാഹൻ, ഞങ്ങൾക്കൊരു ആരാധന നിശ്ചയിച്ചു തരണം. അപ്പൊ ആ ചോദ്യം തെറ്റാണ്. തെറ്റായ ചോദ്യത്തെ മൂസാ നബി അപ്പോൾ തന്നെ തിരുത്തി. അതുകൊണ്ട് അവിടെ ശിർക്ക് അവരിൽ നിന്ന് പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തനമുണ്ടായിട്ടില്ല. ചോദ്യം ഉന്നയിച്ചു, ചോദ്യം തെറ്റാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് അവരുടെ വിവരക്കേടായിരുന്നു എന്നത് ഖുർആൻ തന്നെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞ മറുപടിയിൽ ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, തീർച്ചയായും നിങ്ങൾ വിവരമില്ലാത്ത ഒരു ജനതയാകുന്നു എന്ന് മൂസാ നബി അവരോട് പറഞ്ഞു. അതിൽ നിന്ന് എന്താ മനസ്സിലാകുക? ഇങ്ങനെ അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കാൻ, എന്നിട്ട് ആ പ്രാർത്ഥിച്ചിട്ട് അവരെയൊക്കെ ആരാധിച്ച് അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ
ഇവരിലൂടെ ഇവരെ ബഹുമാനിക്കുന്നതിലൂടെ അള്ളാഹുവിനെ ബഹുമാനിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിൽക്കാൻ അപ്പൊ ഒരു നല്ല കാര്യമാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് അവർ ഈ ആവശ്യം ഉന്നയിച്ചത്. അള്ളാഹുവിനെ പോലെ വേറെ ഒരു ഏകനായ വേറൊരു ആരാധന നിശ്ചയിച്ചു തരണം എന്ന അർത്ഥത്തിലല്ല. ആ ആവശ്യം മൂസാ നബി അവരോട് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുത്തു. അവർ പിന്മാറി. അപ്പൊ വിവരമില്ലാത്തത് കൊണ്ട് ചോദിച്ചു, വിവരം കിട്ടിയപ്പോൾ അവർ ഒഴിവായി. ഇതും നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല, ഇന്നതിന്നതൊക്കെ ശിർക്കാണ് എന്ന് കേൾക്കുന്ന ആളുകൾ വിവരം കിട്ടിയിട്ടും പിന്മാറാത്തവരാണ്. അപ്പോ ആ ബനൂ ഇസ്രായേലിയരുടെ ചോദ്യത്തെ നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരോട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഖുബൂരികൾക്ക് അനുകൂലമായ തെളിവാക്കാൻ യാതൊരു വകുപ്പുമില്ല എന്നതാണ്. കാരണം മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മൂസാ നബിയുടെ ഉപദേശം കേട്ടിട്ടും അതേ ആശയത്തിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ, അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇലാഹിനെ വേണമെന്ന് അവർ വീണ്ടും ആവശ്യപ്പെടുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ അവർ കാഫറുകളാകുമായിരുന്നു. കാഫറാക്കാത്തത് അവർ പിന്മാറിയത് കൊണ്ടാണ്. എന്നാൽ കേരളത്തിലെ ഖുബൂരികളായ ആളുകൾ ഇങ്ങനെ വിവരം കിട്ടിയിട്ടും അവർ ശിർക്കിൽ തന്നെ തുടരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവരുടെ ബനൂ ഇസ്രായേലിയരുടെ വിഷയം ഈ ഖുബൂരികൾക്ക് തെളിവാകുക? ഇവർ ഹുജ്ജത്ത് കിട്ടിയിട്ടും പിന്മാറുന്നില്ല, ബനൂ ഇസ്രായേലിയർ ഹുജ്ജത്ത് കിട്ടിയപ്പോൾ പിന്മാറി. അപ്പൊ ഒരിക്കലും ഇത് രണ്ടും തമ്മിൽ തുലനം ചെയ്ത് ഖുബൂരികൾക്ക് തെളിവാക്കാൻ പറ്റുകയില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.